ശ്രീ ജയേഷ് ജോർജ്, ക്രിക്കറ്റ് ഉപരിതലത്തിൽ, കേരളത്തിൻ്റെ ക്രിക്കറ്റ് ഉപരിതലത്തിൽ ഇപ്പോൾ KCA ആരാധകർക്ക് മുന്നിൽ ഒരു കുറ്റക്കാരെ പോലെ നിൽക്കുന്നു എന്നാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? എനിക്ക് പറയാനുള്ളത്, ആരാധകരുടെ സഞ്ജുവിൻ്റെ ആരാധകരുണ്ട്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വെൽവിഷേഴ്സ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇതൊരു തെറ്റിദ്ധാരണയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ചർച്ചയാകാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നു ശശി തരൂർ സാറിൻ്റെ ഒരു ട്വീറ്റാണ്. അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒഫീഷ്യൽസിൻ്റെ ഈഗോ കാരണമാണ് അദ്ദേഹം വിജയഹസാരെ കളിക്കാതെ പോയതും, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ടീം സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ട്വീറ്റിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും വലിയൊരു ചർച്ചയും വിവാദങ്ങളും ഇതിന് തുടക്കമിട്ടത്. തികച്ചും യാദൃച്ഛികമായി പോയ ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ നമ്മുടെ പ്ലെയർ, അല്ലെങ്കിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇന്ത്യൻ T20 സ്ക്വാഡിൽ തുടർച്ചയായി 2 സെഞ്ചുറി, കഴിഞ്ഞ വർഷം 3 സെഞ്ചുറി. അപ്പോൾ അദ്ദേഹം ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് T20യുടെ തീരുമാനം, അല്ലെങ്കിൽ BCCയുടെ സെലക്ടേഴ്സ് പോളിസി എടുത്ത് അദ്ദേഹം അവിടെ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ പ്ലെയറാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം ഡിക്ലെയർ ചെയ്യുന്നു. അവിടെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും അടക്കമുള്ളവർ ആ ടീമിൽ ഭാഗമാണ്. അവരവിടെ പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. അവർ വൺ ഡേ ഇൻ്റർനാഷണലിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടില്ല. T20യിൽ അവരൊക്കെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ റിട്ടയർ ചെയ്തപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു. ആ വേക്കൻസിയിൽ സഞ്ജു സാംസൺ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇന്നലത്തെ സെലക്ഷൻ ട്രയൽസിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ സെക്രട്ടറി വിനോദ് എസ് കുമാറും മുൻ സെക്രട്ടറി ശ്രീജിത്ത് നായരും BCC ഓഫീസിലുണ്ടായിരുന്നു. വേറൊരു കാര്യത്തിന് വേണ്ടി അവർ സെക്രട്ടറിനെ കാണാൻ പോയിരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ഫംഗ്ഷനിൽ അഹമ്മദാബാദിൽ നിൽക്കുന്ന സമയത്ത് BCCയുടെ CEO ഹേമന്ത് കമ്മിനെ വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് വിജയ് ഹസാരെ കളിക്കാത്തത്? വിജയ് ഹസാരെ കളിക്കാത്തതിൽ തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷനും BCCIക്കും അതൃപ്തിയുണ്ട്. കാര്യം ആഭ്യന്തര ക്രിക്കറ്റിൽ സീനിയർ താരങ്ങൾ കളിക്കണം എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞ വർഷം ജയ്ഷ സർക്കുലർ ഇറക്കിയതാണ്. അത് ഇഷാന്ത് കിഷൻ്റെ കാര്യം നമുക്കറിയാം, നമ്മുടെ ശ്രേയസറിൻ്റെ കാര്യം നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് BCCയെ സീരിയസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ വിട്ടുനിന്നത് ശരിയായില്ല. പക്ഷേ അത് ഇവിടെ ഒരു സെലക്ഷൻ്റെ ഭാഗമായില്ല. അങ്ങനെയാണെങ്കിൽ വിജയ് ഹസാരെ ടീമിൽ ഏറ്റവും കൂടുതൽ റണ്ണടിച്ച കരൺ നായർ, 600 ചില റണ്ണടിച്ച അദ്ദേഹം ടീമിൽ വേണ്ടി. മുഹമ്മദ് സിറാജ്, അദ്ദേഹം ടീമിലില്ല. അപ്പോൾ ഇന്ത്യൻ ടീം സെലക്ട് ചെയ്യുന്നത് ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ്. ഒരു ചാമ്പ്യൻസ് ട്രോഫി മാതിരിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൂർണമെൻറ്റ് പോകുമ്പോൾ എക്സ്പീരിയൻസിൻ്റെ നോക്കും. എക്സ്പീരിയൻസ് പ്ലേയേഴ്സിൻ്റെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, ആ സ്ലോട്ട്, ഇപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് അവർ കൺസിഡർ ചെയ്തേക്കുന്നത് രോഹിത് ശർമ്മേനെയും ശുഭ്മാൻ ഗില്ലിനെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ടീം കണ്ടറിയാം. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ വേൾഡ് കപ്പ് ജയിച്ച ടീമിൽ നിന്ന് യാതൊരു വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കാര്യം അവരുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്കൊരു ചാമ്പ്യൻസ് ട്രോഫി മാതിരി ഒരു ടൂർണമെൻറ്റിൽ എക്സ്പെരിമെൻ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാമാണ് സെലക്ടേഴ്സിൻ്റെ മാനദണ്ഡങ്ങൾ. അല്ലാതെ ശശി തരൂർ സാർ പറഞ്ഞ മാതിരി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഈഗോ കാരണമല്ല. അവിടെ അത് അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം ആരാധന കൊണ്ട് പറഞ്ഞതായി കണ്ടാൽ മതി ശ്രീ ജയേഷ് ജോർജ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതെന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒന്ന് ചോദിക്കാമായിരുന്നു. ഞാനായിട്ട് വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ളതാണ്, എൻ്റെ ഫോൺ നമ്പറുണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് ട്വീറ്റ് ചെയ്യുമായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൻ്റെ പുറത്താണ് ഈ KCA ഇപ്പോൾ ഒരു ഡിഫൻസിലായതും, അല്ലെങ്കിൽ KCA ഒരു റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ട് ഇവിടെ ഇരുത്തിയതും അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റാണ്. കാര്യം ഇതിനു മുമ്പ് സഞ്ജു സാംസനെ ടീമിലെടുക്കാത്തപ്പോൾ പല അഭിപ്രായങ്ങൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ലോബിയിങ്ങിനെ പറ്റി പലരും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഈഗോയോ കേരള ക്രിക്കറ്റിൻ്റെ ഒഫീഷ്യൽസിനെ ആരും കുറ്റപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്മാരൊരു ജനപ്രതിനിധി ഒരു ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇല്ല, ഞാനിന്നിവിടെ ഞായറാഴ്ചയായിട്ട് ഇരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ്. ഇവിടെ സഞ്ജു സാംസൺ എൻ്റെ മെറിറ്റ് തെളിയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം തെളിയിച്ച് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഇനിയും ഉയർച്ചകളുണ്ടാവും. തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ട്രോഫി കഴിയുമ്പോൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ ചിലപ്പോൾ രോഹിത് ശർമ്മ റിട്ടയർ ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യുമായിരിക്കാം. ഇതൊക്കെ രണ്ടാമത്തെ കാര്യം. ഞാനതാ പറഞ്ഞത്, നമ്മളെ ഇന്നലെ വിളിച്ച് CEO ചോദിച്ചപ്പോൾ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ, ഞാനത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെ സഞ്ജു സാംസൻ്റെ പേരെ സെലക്ഷൻ കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരില്ല. ഞങ്ങളത് ചെയ്തില്ല. അതേമാതിരി ഇപ്പോൾ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ T20 സ്ക്വാഡിൽ 5 മാച്ചിൽ ടീം അനൗൺസ് ചെയ്തപ്പോൾ സഞ്ജു സാംസൺ ഉണ്ട്. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈഗോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥാനം കിട്ടുമോ? T20 സ്ഥാനത്തിൽ അദ്ദേഹം കളിക്കുമോ? അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ഞാൻ പറഞ്ഞല്ലോ, 14 വയസ്സ് മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് സഞ്ജു സാംസൺ അറിയാം. ഞങ്ങളുടെ മുൻ സെക്രട്ടറി TC മാത്യു സാറ്, അദ്ദേഹം സഞ്ജുവിൻ്റെ കഴിവ് കണ്ടിട്ട് 15-ാം വയസ്സിൽ രഞ്ജി ട്രോഫിയുടെ സ്ക്വാഡിൽ പ്ലേയിങ് 11-ൽ
ഡയറക്റ്റ് സാധനം കൊടുത്തതാണ് കഴിവുണ്ടായിട്ട്, അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ട്. അങ്ങനെ പല സമയത്തും സഞ്ജു സാംസനെ KCA ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പും സഞ്ജു സാംസൺ, എനിക്ക് തോന്നുന്നു രംഗനാഥൻ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടില്ല, പല അവസരങ്ങളും പല കാര്യങ്ങളും സംഭവിച്ചപ്പോഴും സഞ്ജു സാംസനെ KCA സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി, അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് വ്യക്തത വരേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ അവൈലബിൾ ആണ് എന്ന് സഞ്ജു പറഞ്ഞിട്ടും KCA പരിഗണിച്ചില്ല എന്നൊരു വിവാദമാണിപ്പോൾ കേൾക്കുന്നത്. പക്ഷെ അതിന് മുൻപൊരു മെയിൽ വന്നല്ലോ, ചില കമ്മിറ്റ്മെന്റ്സ് കാരണം എനിക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന മെയിൽ. അല്ല, അത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ 30-അംഗ ക്യാമ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിക്ക് അയച്ച വേർഡ്സ് ഇതാണ്. ഞാൻ എക്സാക്ട്ലി ഒരു 1 ലെറ്റർ വേർഡ്, അതായത് ഡിയർ സെക്രട്ടറി, I will not be available to attend the Vijay Hazare camp at Wayanad. Regards, സഞ്ജു സാംസൺ. അവിടെ പ്രയർ കമ്മിറ്റ്മെൻറ്റോ എന്താ റീസൺ എന്നൊന്നും പറയുന്നില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ടീം അനൗൺസ് ചെയ്തു. സഞ്ജു സാംസൺ എവിടെയാണെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആളുകൾക്ക് അറിയില്ല, ടീം മാനേജ്മെൻറ്റിന് അറിയില്ല. അപ്പോൾ ടീം അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രണ്ടാമതൊരു മെയിൽ അയച്ചു, I am available to play Vijay Hazare Trophy. I will respect any ഡിസിഷൻ KCA takes. അതിൽ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. കാര്യം സഞ്ജു സാംസണുമായൊരു സീനിയർ പ്ലെയർ, അദ്ദേഹം ടീമിൻ്റെ വൈറ്റ് ബോളിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ആ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യണ്ടേ? കാര്യം അവിടെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, പുതിയ 3 പ്ലേയേഴ്സ് ഉണ്ട്, അവരായിട്ട് മിങ്കിൾ ചെയ്ത് പോകണം. അല്ലെങ്കിൽ എന്തിനാണ് ഒരു ക്യാമ്പ് വയ്ക്കുന്നത്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിജയ് ഹസാരെ നമ്മുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റ് ടീം ശക്തമായ ടീമാണ്. ഷഹീദ് മുഷ്താഖ് അലി ആയിക്കോട്ടെ, വിജയ് ഹസാരെ ആയിക്കോട്ടെ, നമുക്ക് രഞ്ജി ട്രോഫി റെഡ് ബോൾ ടീമിനേക്കാളും സ്ട്രോങ് ടീമാണ്. നമുക്ക് കപ്പ് വരെ സാധ്യതയുള്ള ടീമാണ് സഞ്ജു സാംസന്റെ കീഴിലുള്ള ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റ്. ആ ഒരു ക്യാമ്പിൽ നിന്ന് ഒരു കാരണവും വ്യക്തത പറയാതെ അദ്ദേഹം മാറി നിന്നു. അത് കഴിഞ്ഞ് ടീം അനൗൺസ് ചെയ്ത് തന്നെ വലിയ പ്രശ്നമുണ്ട്. അതായത് ഒരു കാരണവുമില്ലാതെ ഒരു ക്രിക്കറ്റർക്ക് എങ്ങനെയാണ് അയാൾ നിൽക്കുന്ന ചട്ടക്കൂടായ KCAക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നത്? ഒരു കാരണവും പറയാതെ ഞാൻ ഈ ക്യാമ്പിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നത് തന്നെ ഗുരുതരമായ അച്ചടക്ക ലംഘനമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആ ഒരു സീനിയറായിട്ടുള്ള ഒരു ക്രിക്കറ്റർ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാത്തത് അദ്ദേഹത്തിൻ്റെ ഭാവി, അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലുള്ള സാധ്യത കണ്ടുകൊണ്ട് മാത്രമാണ്. കാര്യം അന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ഇംഗ്ലണ്ട് T20 ടീമിലും അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യില്ല. BCCയുടെ കീഴിലുള്ള സംഘടനയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കേരള ക്രിക്കറ്റിൻ്റെ കീഴിൽ ബൈലോസും പ്ലേയേഴ്സിൻ്റെ ചട്ടക്കൂടുകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് മാറി ചെയ്യുമ്പോൾ ശരിക്കും KCA എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ചാൽ സഞ്ജു സാംസൺ നമുക്ക് ആപ്പാടുള്ളൊരു പ്ലെയറാണ് സഞ്ജു സാംസൺ ഇന്ത്യ കളിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കേണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് KCA അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു തീരുമാനമെടുത്തത്. ഇനി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കാര്യം ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. രഞ്ജി ട്രോഫിയുടെ സമയത്ത് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന BCCയുടെ നിർബന്ധം ഉണ്ടാവുന്ന സമയത്ത് സഞ്ജു സാംസൺ ഐ ആം അവൈലബിൾ ടു പ്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ത്യൻ ടീമിൽ നിന്ന് വന്ന് നേരെ രഞ്ജി ട്രോഫി കളിക്കുന്നു കർണാടകയായിട്ട്. 4 ദിവസത്തെ മാച്ച് 3 ദിവസം ബാസ്റ്റ് ഔട്ടായി. ലാസ്റ്റ് ഡേ അദ്ദേഹം ബാറ്റ് ചെയ്ത സമയത്ത് കോൾ ഓഫായി. അദ്ദേഹം ടീം മാനേജ്മെൻറ്റ് പറയാതെ ഹോട്ടൽ ലീവ് ചെയ്ത് പോയി. KCA അത് പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ KCA സെക്രട്ടറി വേറൊരു പ്ലെയർ വഴി സഞ്ജു സാംസനെ അറിയിച്ചു. അപ്പോൾ സഞ്ജു സാംസൺ KCAക്ക് മെയിൽ അയക്കുന്നു, എനിക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ട്, അതുകൊണ്ടാണ് പോയത്. ഞാൻ ക്യാപ്റ്റനെടുത്തും കോച്ചിനെടുത്തും പറഞ്ഞിരുന്നു, മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ KCAനെ അറിയിക്കണ്ടേ, BCCനെ അറിയിക്കണ്ടേ, ഇന്ത്യ കളിക്കുന്ന ഒരു പ്ലെയറാണ്, NCAനെ അറിയിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു മ്യൂക്കസ് റിമൂവൽ, അതായത് ചുണ്ടിൻ്റെ താഴെ ഒരു പരു റിമൂവ് ചെയ്യാൻ വേണ്ടി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്, മെഡിക്കൽ എമർജൻസി. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു സമയത്തും അദ്ദേഹത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇതിനു മുമ്പ് അദ്ദേഹം മുംബൈയിൽ വെച്ച് നടന്ന ഒരു മാച്ചിന് അന്ന് യങ്സ്റ്ററായിരുന്നു. അന്നും ഇതേമാതിരി തന്നെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ആരത്തും പറയാതെ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലേയിങ് ഇലവനിലൊരു കുട്ടി അല്ലെങ്കിൽ ഒരു പ്ലേയിങ് ഇലവനിലൊരു പ്ലെയർ നേരെ ബീച്ചിൽ പോയിരുന്നു. ആ സമയത്ത് ബീച്ചിൽ വെച്ചോ അല്ലെങ്കിൽ റോഡിലോ എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ KCA റെസ്പോൺസിബിൾ ആകുക. അപ്പം നിങ്ങളാണ് കാരണക്കാർ. പല കാര്യങ്ങളുണ്ട്. ഇത്രയും വലിയ അച്ചടക്ക ലംഘനം കുറ്റം കാണിച്ചിട്ടും സഞ്ജുവിനെ ഈ വഴിക്ക് തുടരാൻ അനുവദിച്ചത് KCA ആണ് സാർ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ഒരു കട്ട് ഓഫ് വേണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇങ്ങനെ പോയാൽ ഇത് തന്നെയാണ് താഴത്തെയുള്ള കുട്ടികളും കണ്ടു പഠിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും ഒരു കട്ട് ഓഫ് ചെയ്യണ്ടേ. അതുകൊണ്ട് വിജയ് ഹസാരെ ടീം ക്യാമ്പിൽ അദ്ദേഹം പങ്കെടുത്തില്ല, അദ്ദേഹത്തിൻ്റെ ടീമിലെടുത്തില്ല.